കോൺഗ്രസ് ശരിക്കും ഒരു പ്രതിസന്ധിയിൽപ്പെട്ട് നിൽക്കുകയാണെന്ന് പറയേണ്ടി വരും. ഒരു വശത്ത് പാർലമെന്റിൽ ഉൾപ്പെടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം ബി.ജെ.പിയെ ശക്തമായി നേരിട്ട് മുന്നോട്ട് പോകുമ്പോൾ, മറുവശത്ത് ബി.ജെ.പി കുഴിക്കുന്ന രാഷ്ട്രീയ ചതിക്കുഴിയിൽ സ്വയം ചെന്ന് ചാടുകയാണ് കോൺഗ്രസ്. ഇപ്പോൾ വന്ദേമാതരം എന്ന ബി.ജെ.പിയുടെ പൊളിറ്റിക്കൽ ടൂളിന് മുന്നിലാണ് കോൺഗ്രസ് പെട്ടിരിക്കുന്നത്. വന്ദേമാതരം ബി.ജെ.പിക്ക് ദേശസ്നേഹത്തിന്റെ പ്രതീകമല്ല, മറിച്ച് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നേട്ടം കൊയ്യാനുള്ള ഒരു ആയുധമാണ്. ഇക്കാര്യം മറ്റാരേക്കാളും കോൺഗ്രസിന് നന്നായി അറിയുകയും ചെയ്യാം. എന്നിട്ടും അതിനെ സമർത്ഥമായി നേരിടുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെടുന്നതാണ് കാണുന്നത്. വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികത്തിലാണ് ബി.ജെ.പിക്ക് ദേശീയ ഗീതത്തോട് അതിയായ സ്നേഹമുണ്ടായത്. അതിന്റെ ഭാഗമായി പാർലമെന്റിൽ വന്ദേമാതരത്തെക്കുറിച്ച് പ്രത്യേക ചർച്ച നടത്തി. അവിടെ മുതലാണ് ബി.ജെ.പി ദേശീയ ഗീതത്തെ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിച്ചു തുടങ്ങിയത്. കാരണം പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് ബി.ജെ.പി നയിക്കുന്ന കേന്ദ്ര സർക്കാർ ഈയൊരു നാടകം നടത്തിയത്. ബംഗാൾ സ്വദേശിയായ ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ ദേശീയ ഗീതത്തെ ആദരിക്കുന്നെന്ന് വരുത്തി ബംഗാൾ വികാരം ഉണർത്തുകയും അതുവഴി അവിടെ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കുകയും മാത്രമായിരുന്നു മോദിയുടെയും അമിത്ഷായുടെയും ലക്ഷ്യം. വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കണമെന്ന അലിഖിത തിട്ടൂരം ബി.ജെ.പി ഇറക്കി. കാരണം അതിനെ മതേതര പ്രതിപക്ഷ പാർട്ടികൾ എതിർക്കുമെന്ന് ഉറപ്പായിരുന്നു. അങ്ങനെ സംസ്ഥാന വ്യാപകമായി ദേശീയ ഗീതം ചൊല്ലി ഒരു പ്രത്യേക വിഭാഗത്തെ പ്രീണിപ്പിക്കുകയും മറ്റ് മതവിഭാഗങ്ങളെ പ്രകോപിപ്പിക്കുകയുമാണ് ബി.ജെ.പി ഉദ്ദേശമിട്ടത്. അത് ഭംഗിയായി നിറവേറ്റുകയും ചെയ്തു. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലാദ്യമായി ബി.ജെ.പി അവിടെ ഭരണം പിടിച്ചു. മറ്റു പല കാരണങ്ങൾക്കൊപ്പം വന്ദേമാതരം വഴി ഉയർത്തിവിട്ട വികാരവും ബി.ജെ.പിക്ക് തുണയായെന്ന് കാണാം. ഇക്കഴിഞ്ഞ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിലാണ് വന്ദേമാതരത്തിന് ദേശീയ ഗാനത്തിന്റെ പദവിയും പരിരക്ഷയും നൽകുന്ന ബിൽ പാസാക്കിയതും പിന്നാലെ നിയമമാക്കിയതും. ഇതോടെ വന്ദേമാതരത്തെ അവഹേളിക്കുന്നതും ആലാപനം തടയുന്നതും 3 വർഷം വരെ തടവോ പിഴയോ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമായി രാജ്യത്ത് മാറിക്കഴിഞ്ഞു. കൂടാതെ രാഷ്ട്രപതിയും ഗവർണർമാരും പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ വന്ദേമാതര ആലാപനം നിർബന്ധമാവുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ 79-ാം വാർഷികം ആഘോഷിച്ചപ്പോൾ വന്ദേമാതരത്തിൽ തപ്പിത്തടഞ്ഞ് വീഴുന്ന കോൺഗ്രസിനെയാണ് കണ്ടത്. വന്ദേമാതരത്തിന്റെ ആദ്യ 2 ഖണ്ഡികയാണ് രാജ്യത്ത് ഇക്കാലം അത്രയും ആലപിച്ചിട്ടുള്ളത്. അതേ പാടുള്ളൂ എന്നതാണ് കോൺഗ്രസിന്റെ പ്രഖ്യാപിത നിലപാടും. അത് 1937-ലെ കോൺഗ്രസ് സമ്മേളനത്തിലെടുത്ത തീരുമാനമാണ്. എന്നാൽ അതിൽ ബി.ജെ.പിയുമായി ശക്തമായ ആശയപോരാട്ടം നടക്കുന്ന ഈ കാലത്ത് ഇന്നലെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ എ.ഐ.സി.സി ആസ്ഥാനത്ത് തന്നെ വന്ദേമാതരം പൂർണ്ണ രൂപത്തിൽ ആലപിച്ചത് കണ്ടു. അവിടെ ഉണ്ടായിരുന്ന സോണിയാഗാന്ധി ഇടയ്ക്ക് കയറി അതിനെ എതിർക്കുകയും നിർത്താൻ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ദൃശ്യങ്ങൾ ഇതിനോടകം പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിയിട്ടുണ്ട്. കോൺഗ്രസ് അധ്യക്ഷൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും എല്ലാം ഇതിൽ അസംതൃപ്തരായി. കാരണം സംഘപരിവാറിനെതിരെ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആശയ പോരാട്ടത്തിൽ സ്വന്തം പാർട്ടി ആസ്ഥാനത്ത് തന്നെ കോൺഗ്രസ് തോറ്റു വീണിരിക്കുകയാണ്. അത് ബി.ജെ.പിക്ക് ഒരേ സമയം പരിഹസിക്കാനും ആക്രമിക്കാനുമുള്ള ആയുധമായി മാറിയിട്ടുമുണ്ട്. എ.ഐ.സി.സി ആസ്ഥാനത്ത് വന്ദേമാതരം ആലപിച്ച ഗായക സംഘത്തെ ബി.ജെ.പി നേതാക്കൾ അഭിനന്ദിക്കുകയാണ്. സോണിയാഗാന്ധി എതിർത്തിട്ടും വന്ദേമാതരം പൂർണ്ണമായി ചൊല്ലാൻ ധൈര്യം കാട്ടിയ സംഘം എന്നൊക്കെയാണ് നൽകുന്ന വിശേഷണം. ഈ വിഷയത്തിൽ സേവാദൾ നൽകുന്ന വിശദീകരണം എന്താണ്? ഗായക സംഘത്തിന് ആദ്യ 2 ചരണങ്ങളെ പാടാവൂ എന്ന നിർദ്ദേശം മുൻകൂട്ടി നൽകിയിരുന്നില്ല എന്ന്. ആ വിശദീകരണം കൊണ്ട് പാർട്ടിക്കുണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന തിരിച്ചടികൾ ഇല്ലാതാക്കാനാകുമോ? ഒരർത്ഥത്തിൽ സോണിയാഗാന്ധി എന്ന നേതാവിനെ ഇവിടെ കുരുക്കിലാക്കിയിരിക്കുകയാണ് പാർട്ടി തന്നെ. വന്ദേമാതര ആലാപനം തടസ്സപ്പെടുത്താൻ ശ്രമിച്ച സോണിയ മാപ്പ് പറയണമെന്ന ആവശ്യമാണ് ബി.ജെ.പി ഉയർത്തുന്നത്. മറ്റ് സംഘപരിവാർ സംഘടനകളും ഇതേ ആവശ്യവുമായി ഇറങ്ങിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിയമ പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ് ബി.ജെ.പി. പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സോണിയാഗാന്ധിക്ക് പണി കിട്ടുമോ എന്നാണ് ഇനി അറിയേണ്ടത്. കോടതി കയറിയിറങ്ങേണ്ട വിഷയമായി ഇത് മാറുമെന്നതിൽ സംശയമില്ല. ബി.ജെ.പിയും അതുതന്നെയാണ് ആഗ്രഹിക്കുന്നത്. സ്വന്തം പാർട്ടിക്കാർ തന്നെ സോണിയയെ ജയിലിൽ കയറ്റുമോ എന്നേ ഇനി കാണേണ്ടതുള്ളൂ. എ.ഐ.സി.സി ആസ്ഥാനത്ത് ഇത്തരം സംഭവങ്ങൾ അരങ്ങേറിയെങ്കിൽ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക, തെലങ്കാന, ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിലെ ആഘോഷ ചടങ്ങുകളിൽ വന്ദേമാതരം പൂർണ്ണ രൂപത്തിൽ ആലപിച്ചു. ഫാസിസത്തിനെതിരെ ശക്തമായി പോരാടുന്നവരെന്ന് അവകാശപ്പെടുന്ന ഡി.കെ. ശിവകുമാറും രേവന്ത് റെഡ്ഡിയും ഉൾപ്പെടെയുള്ളവരാണ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരായി ഭരിക്കുന്നത്. എ.ഐ.സി.സി ആസ്ഥാനത്ത് നടന്ന സംഭവത്തിൽ കേരളത്തിൽ നിന്നുള്ള ഒരു കോൺഗ്രസ് നേതാവ് ഫേസ്ബുക്കിലൂടെ മാപ്പ് ചോദിക്കുന്നത് കണ്ടു. പക്ഷേ ദേശീയ നേതാക്കളിൽ നിന്ന് അത്തരമൊരു സമീപനം ഉണ്ടായതുമില്ല. മറിച്ച് ആ വിഷയത്തിൽ മുതിർന്ന നേതാവ് ജയറാം രമേശ് നടത്തിയ പ്രതികരണവും ശ്രദ്ധേയമാണ്. വന്ദേമാതരം പൂർണ്ണമായി ചൊല്ലിയതിൽ വിഷയമില്ലെന്നും അത് വിവാദമാക്കേണ്ട കാര്യമില്ലെന്നുമാണ് എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി തന്നെ പറയുന്നത്. ഇവിടെ ഉയരുന്ന ഒരു പ്രധാന ചോദ്യം വന്ദേമാതര ആലാപനത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് എന്താണ് എന്നതാണ്. എന്തുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ ശക്തവും വ്യക്തവുമായ നിലപാട് പാർട്ടിക്കില്ലാതെ പോകുന്നു? ദേശീയ തലത്തിൽ ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകുമ്പോൾ ഭരണത്തിലുള്ള ചുരുക്കം ചില സംസ്ഥാനങ്ങൾ അതിനൊപ്പം നിൽക്കുന്നില്ല എന്നത് എന്ത് സന്ദേശമാണ് നൽകുന്നത്? വിഷയത്തിൽ പാർട്ടി ഒറ്റക്കെട്ടല്ല എന്ന് മാത്രമല്ല, നേതൃത്വത്തെ സംസ്ഥാന ഘടകങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുകൂടി ഈ വിഷയം വിളിച്ചു പറയുന്നുണ്ട്. ഇതുതന്നെയാണ് കോൺഗ്രസിനെതിരായ, പ്രത്യേകിച്ച് നെഹ്റു കുടുംബത്തിനെതിരായ ആക്രമണത്തിന് ബി.ജെ.പിക്ക് കരുത്തു പകരുന്നതും.